കുടുംബബന്ധം ചേർക്കണമെന്നും പുലർത്തണമെന്നും പഠിപ്പിക്കുന്ന പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്തുത കർമ്മത്തിൻ്റെ പാരത്രിക ഫലങ്ങളും ആത്മീയ നേട്ടങ്ങളും ഭൗതിക ഗുണങ്ങളും എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്താവിച്ചു, നിശ്ചയമായും കുടുംബബന്ധം പരമകാരുണികനായ അള്ളാഹു സ്ഥാപിച്ച വേരുകളാണ്. അള്ളാഹു പറയും, നിന്നോട് ബന്ധം പുലർത്തിയവനോട് ഞാനും ബന്ധം പുലർത്തും, നീയുമായി ബന്ധം മുറിച്ചവനോട് ഞാനും ബന്ധം വിച്ഛേദിക്കും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ മറ്റൊരു ഹദീസിൽ ഇപ്രകാരം നിവേദനം ചെയ്യുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുടുംബബന്ധം അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൽ ബന്ധിച്ചിരിക്കുകയാണ്. എന്നെ ചേർക്കുന്നവനെ അള്ളാഹു ചേർക്കട്ടെ, എന്നെ വിച്ഛേദിക്കുന്നവനെ അള്ളാഹു വിച്ഛേദിക്കട്ടെ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കുടുംബബന്ധം ചേർക്കുന്നതിന് മറ്റൊരു മഹത്വമാണ് പറയുന്നത്. അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, എന്നെ നരകത്തിൽ നിന്ന് വിദൂരത്താക്കുകയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു കർമ്മം എനിക്കറിയിച്ചു തന്നാലും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുത്തു വീട്ടുക, കുടുംബബന്ധമുള്ളവരോട് നീ ബന്ധം ചേർക്കുക. അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ കൂടി പറഞ്ഞു, നിന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യം നീ മുറുകെ പിടിക്കുകയാണെങ്കിൽ നീ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇതേ ആശയം തന്നെ സംക്ഷിപ്തമായ മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക, ഭക്ഷണം നൽകുക, ബന്ധങ്ങൾ ചേർക്കുക. രാത്രിയിൽ ആളുകൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ നിസ്കരിക്കുകയും ചെയ്യുക. പാപമോചനത്തിന് കാരണമാണ് കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്ന ഹദീസ് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഓ പ്രവാചകരെ, ഞാൻ വളരെ ഗുരുതരമായ തെറ്റ് ചെയ്തിരിക്കുന്നു, എനിക്ക് പശ്ചാത്താപമുണ്ടായിരിക്കുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല. അവിടുന്ന് വീണ്ടും ചോദിച്ചു, നിന്റെ മാതൃ സഹോദരിയുണ്ടോ? അയാൾ പറഞ്ഞു, ഉണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ പോയി അവരോട് നല്ല നിലയിൽ വർത്തിക്കുക. വന്നുപോയ പാപത്തിന് പരിഹാരമായി കുടുംബബന്ധത്തിൽ നല്ല നിലപാട് സ്വീകരിക്കുക എന്നാണ് ഈ പഠിപ്പിച്ചതിൻ്റെ സാരം. പരസ്പരം സ്നേഹവും പരിഗണനയും നൽകുന്നതിലൂടെയാണ് ഏതൊരു ബന്ധവും മനോഹരമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബന്ധങ്ങളെയെല്ലാം നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ.